കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ചയാകുന്ന ഒരു വിഷയമാണ് മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവിനെ പ്രധാനപ്പെട്ട പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത്. വ്യാപകമായ വിമർശനങ്ങളാണ് UDF സർക്കാരിനെതിരെ തന്നെ ഇത് വരുത്തിവച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇടപെട്ട് സണ്ണി ജോസഫിനെ തിരുത്തണം എന്നും ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ പണ്ട് LDF സർക്കാർ ചെയ്തുകൊണ്ട് ഇരുന്നതാണെന്നും സ്വജനപക്ഷപാതം ഒരിക്കലും അനുവദിക്കാനാകില്ല എന്നുമുള്ള പൊതു അഭിപ്രായമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. സണ്ണി ജോസഫ് പുതിയ ആളല്ല. അദ്ദേഹം 3 തവണ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന് നിയമസഭയിലെ കാര്യങ്ങളും അതുപോലെ തന്നെ ഭരണ സംവിധാനത്തിന്റെ കാര്യങ്ങളും ഒക്കെ തന്നെ വ്യക്തമായി അറിയാവുന്ന ആളാണ്. മാത്രമല്ല UDF സർക്കാർ ഇത്തരം ബന്ധു നിയമനങ്ങൾക്കും ഒക്കെ എതിരെ KT ജലീലിന്റെ ബന്ധു നിയമനത്തിനൊക്കെ എതിരെ വലിയ തോതിൽ അന്ന് സമരം ചെയ്തതും ജലീലിന്റെ രാജി അന്ന് ഉണ്ടായതുമൊക്കെ തന്നെയാണ്. ഈ നിലയ്ക്ക് സണ്ണി ജോസഫ് ഇത്തരത്തിൽ അളിയനെ പ്രധാനപ്പെട്ട പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതിന് എതിരെയുള്ള വാദങ്ങളാണ് ഇപ്പോൾ കടന്നു വരുന്നത്. ഇത് ഒരു കാലിൽ നിന്ന് മന്ത് മറ്റേ കാലിലേക്ക് മാറുന്നതിന് സമാനമാണ് എന്നാണ് പ്രധാനപ്പെട്ട ഒരു മതമേലധ്യക്ഷൻ പറയുന്നത്. യാക്കോബായ സഭ നിരണം ഭദ്രാസനാധിപൻ മാർ ഗീവർഗീസ് മാർ കൂർലോസ് ആണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ജനം ഇപ്രാവശ്യം വോട്ട് ചെയ്തത് സമഗ്ര മാറ്റത്തിന് വേണ്ടിയാണെന്നും അല്ലാതെ ഒരു കാലിലെ മന്ത് മറ്റേ കാലിലേക്ക് മാറുന്നതിന് വേണ്ടിയല്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഗീവർഗീസ് മാർ കൂർലോസ് ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ജനങ്ങൾ ഇപ്രാവശ്യം വോട്ട് ചെയ്തത് സമഗ്ര മാറ്റത്തിനായിരുന്നു. ഒരു കാലിലെ മന്ത് മറ്റേ കാലിലേക്ക് മാറ്റുവാൻ ആയിരുന്നില്ല. തുടക്കത്തിൽ തന്നെ വിവാദമായ ബന്ധു നിയമനം സ്വജനപക്ഷപാതം തന്നെയാണ്. അതുകൊണ്ട് അത് തികച്ചും പ്രതിഷേധാർഹവുമാണ്. പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഭരണപക്ഷത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മറന്ന് ഭരണത്തിൽ എത്തിയപ്പോൾ അതേ തെറ്റുകൾ ചെയ്യുക, മാറ്റത്തിന് വോട്ട് ചെയ്ത ജനത്തെ പരിഹസിക്കുന്നതാണ് ഇത്തരം നടപടി ഉടൻ തന്നെ പിൻവലിക്കും എന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നും ഗീവർഗീസ് മാർ കൂർലോസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഇത്തരത്തിൽ പലരിൽ നിന്നും, പ്രത്യേകിച്ചും UDFന്റെ പല നേതാക്കളിൽ നിന്നും അതുപോലെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്നുമൊക്കെ തന്നെ മന്ത്രി സണ്ണി ജോസഫിന്റെ ഈ ബന്ധു നിയമനത്തിന് എതിരെ ഉള്ള വാദങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും സണ്ണി ജോസഫ് ഈ ഒരു കാര്യം തിരുത്തി അതിനുവേണ്ട പരിഹാര നടപടികൾ ഉടൻ തന്നെ നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് UDFലെ തന്നെ ചില മുതിർന്ന നേതാക്കൾ പറയുന്നു. മാത്രമല്ല മുഖ്യമന്ത്രി VD സതീശൻ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതയും ഉണ്ട്. ഇത്തരത്തിൽ ബന്ധു നിയമനങ്ങൾ ഒരാൾ നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് ഒരു പ്രോത്സാഹനമാവുകയും എല്ലാ മന്ത്രിമാരും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ബന്ധുക്കളെ നിയമിച്ചു കഴിഞ്ഞാൽ അത് സമ്പൂർണമായ സ്വജനപക്ഷപാതവും അല്ലെങ്കിൽ ഒരുതരം നെറികേടുമാകും എന്നുള്ള ഒരു അഭിപ്രായം പൊതുവെ ഉയർന്നു വരുന്നുണ്ട്. LDFലെ മന്ത്രിമാരൊക്കെ തന്നെ ഇത്തരത്തിൽ വേണ്ടപ്പെട്ടവരെയും അല്ലെങ്കിൽ ബന്ധുക്കളെയും ഒക്കെ തന്നെ പ്രൈവറ്റ് സെക്രട്ടറിമാരായിട്ടും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായിട്ടും ഒക്കെ തന്നെ നിയമിച്ചിരുന്നു. 2 വർഷത്തെ സമയം കഴിഞ്ഞ് പുതിയ ബന്ധുക്കളെയൊക്കെ തന്നെ നിയമിച്ചിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. അതിനെതിരെ ശബ്ദമുയർത്തിയ UDFലെ നേതാക്കളും കോൺഗ്രസിലെ നേതാക്കളുമൊക്കെ ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടതാണ്.